അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ 20 വയസ്സായിട്ടുള്ള ആള് കാണുന്നു, പ്രേമിക്കുന്നു. എവിടെ? സ്കൂളിൽ നിന്നാണോ? സ്കൂളിൽ നിന്നല്ല. അല്ല, ഞങ്ങള് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഞാൻ വയനാടാണ്. അപ്പൊ ടിക്ടോക്ക് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഡുവറ്റ് അടിച്ചത് അങ്ങനെയല്ലാണെന്ന്. ഡുവറ്റ് എന്നെ സാധാരണ എന്നെ ആരെങ്കിലും ഡുവറ്റ് അടിക്കില്ല. പക്ഷെ ഞാൻ നോക്കുന്ന പതിവില്ലാണ്ട് എന്നെ ആരും ഡുവറ്റ് അടിച്ചേക്കുന്നു. അങ്ങോട്ടേക്ക് അടിച്ചാണോ? അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. അതെ. ദിൽബിൻ ദിവ്യനെ വളരെ റൊമാൻറ്റിക് ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. 2 സെന്റൻസ് കൂടി ഇരുന്നോട്ടെ അല്ലേ? ദിവ്യേ, നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കാണ് ഞാൻ ജീവിക്കുന്നത്. നീ എന്നിലേക്ക് വരുന്ന ആ നിമിഷത്തിനെ ഞാൻ കാതോർത്തിരിക്കും. വൈകാതെ വരില്ലേ? ഐ ലവ് യു. ശരിക്കും നിങ്ങളുടെ ഒരു കുറെ കമന്റ്സ് കാണുമ്പോൾ കാണാം റീച്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കൽപ്പടി ചൂസ് ചെയ്തെന്നുള്ളത്. അവർ ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലിപ് ലോക്കിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ മതി, തമ്മിലേന് ചേർത്ത് അത് മാത്രം ഇട്ടാൽ മതി. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഇപ്പൊ പറയുണ്ടായി ഒരു ആക്സിഡന്റിലാണ് കല്യാണം പെട്ടെന്ന് കഴിച്ചത് എന്നുള്ളത്. ആളെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഹാപ്പി ആക്കണം, എങ്ങനെയെങ്കിലും വേഗം എണീറ്റ് നടക്കണം, ആ ഒരു മൈൻഡിലേ നമുക്കുള്ളൂ. സത്യം പറഞ്ഞാൽ പറയാൻ മടിയൊന്നുമില്ല. ഞാൻ ബാത്റൂമിൽ പോയിട്ടല്ല എൻ്റെ കാര്യങ്ങൾ നടത്തിയത്, ബെഡിലിരുന്നിട്ടാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര കല്യാണം കഴിഞ്ഞ അവൾ വന്ന് ചെയ്ത പരിപാടി, അവൾ ലൈഫിൽ കയറി വന്നതിൻ്റെ പിറ്റേ ദിവസം നടക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ദേഹം തുടയ്ക്കുക രാവിലെ. അതിനിടയിൽ വന്ന കമന്റ് ആണ്, എന്നാ പിന്നെ ഒരു സെർവന്റിനെ വെച്ചാ പോരെ, എന്റെ ജീവിതം ഇവനായിട്ട് നശിപ്പിച്ചില്ല, ഞാൻ നശിപ്പിച്ചു, ചെറിയ കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി. ഇങ്ങനെ അച്ഛൻ ഇവളോട് പറയുക, മകളോട് പറഞ്ഞു കൊടുക്കുക, നീ ഇത്ര സ്നേഹിച്ചും പോയി സ്നേഹിച്ചില്ലേ, അപ്പോൾ അവന് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയല്ലേ, അപ്പോൾ നീ ഇപ്പോഴല്ല അവൻ്റെ കൂടെ വേണ്ടത്. ശരിക്കും എന്തൊരു നല്ല അച്ഛനാണോ? സത്യം അല്ലേ? ഭയങ്കര, അതായത് എല്ലാ മക്കളുടെ കാര്യത്തിലും. ആ സമയത്ത് അവളുടെ അച്ഛനോ പറഞ്ഞാൽ കല്യാണം നടക്കത്തില്ലായിരുന്നു. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഒരു ക്യൂട്ട് കപ്പിളുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള 2 കപ്പിളാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോറി, ഒരു കപ്പിളാണ് ഉള്ളത്, 2 ആൾക്കാർ അല്ലേ? അല്ലേ? അതെ, ഒന്നും പോരല്ലോ ദിൽബിൻ ആൻഡ് ദിവ്യ അല്ലേ? ശരിക്കും എന്തൊരു ക്യൂട്ടാണോ നിങ്ങളെ കാണാൻ? ശരിക്കും ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ 2 കൊച്ചു കുട്ടികളെ പോലെ തോന്നും, പക്ഷെ അത്ര കൊച്ചൊന്നും അല്ല അല്ലേ? ഇപ്പൊ ശരിക്കും എത്ര നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? എത്ര വയസ്സായി ഇപ്പൊ? എനിക്ക് 22 വയസ്സ്. എനിക്ക് 26. അപ്പൊ അത്ര ചെറുതൊന്നുമില്ല. അല്ല, പക്ഷെ വീഡിയോയില് കാണുമ്പോ ആൾക്കാർ പറയും, എന്റെ വീഡിയോക്ക് വന്ന് കമന്റ് ഇട്ടിട്ട് കണ്ടാൽ ഇത് 23, 24 വയസ്സൊക്കെ പറയൂ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട്. പക്ഷെ നമ്മളെ ശരിക്കും നേരിട്ട് കണ്ടുവരുമ്പോ ഹൈറ്റും ഇല്ല, വെയിറ്റില്ലാണ്ട് ചെറിയ പിള്ളേരെ പോലെ ശരിക്കും നിങ്ങളെ കാണുമ്പോ അങ്ങനെയാ തോന്നാം. 22 വയസ്സും 26 വയസ്സും വലിയ കൊച്ചു മക്കളൊന്നും അല്ല, കണ്ടാ പറയത്തില്ല അത്ര ഏജുള്ളവരാണ്. കുറ്റമാണോ എന്നല്ലേ? അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, കാര്യമില്ലല്ലോ. നിങ്ങൾ ഭയങ്കര വൈറലായത് എനിക്ക് തോന്നുന്നു ഒരു കല്യാണ ഫോട്ടോയുടെ അല്ലേ? ആ ഫോട്ടോയിലാണ് നിങ്ങളെ ഭയങ്കരമായി നമ്മള് ശ്രദ്ധിക്കുന്നത്. ശരിക്കും ആ ഒരു ഫോട്ടോ കാണുമ്പോ നല്ല കുഞ്ഞു മക്കള്, അത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ടൈം എടുത്തതല്ലേ. അപ്പം എത്ര വയസ്സിൽ നിങ്ങൾ കല്യാണം കഴിച്ചു? ഞാൻ 23. 19 വയസ്സ് കഴിഞ്ഞു. ഞാൻ 23 കഴിഞ്ഞിട്ട് 24ലേക്ക് അടുക്കുന്ന 2 മാസം കഴിഞ്ഞു. അപ്പൊ 23 വയസ്സ് 19 വയസ്സ് അല്ലേ? പക്ഷെ അത് ഭയങ്കരമായിട്ട് അങ്ങനെ കുഞ്ഞുമക്കൾ കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ വരാനുള്ള കാര്യം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ചെറിയ മക്കളെ പോലെ ഫോട്ടോയിലാണെങ്കിൽ വീഡിയോയിലാണെങ്കിൽ കാണുമ്പോ ചെറിയ കുട്ടികളെ പോലെ തോന്നും. അതുകൊണ്ടായിരിക്കണം, അല്ലാണ്ട് നമ്മളെ പേഴ്സണലി ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. പിന്നെ അന്ന് കല്ലുമാലൊക്കെ അതിലൊക്കെ നല്ല ട്രെൻഡായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളും കൂടി കണ്ടപ്പോ അവർക്ക് സുഖമായി. അല്ല, അതിന് മുന്നേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ അതൊക്കെ 19, 20 ആയിരുന്നു ട്രെൻഡ്. അതിന്റെ 20 18 ഈ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളും കൂടി വന്നപ്പോൾ അവർക്ക് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഉഷാർ കൂട്ടാൻ ഞങ്ങളും കൂടി വന്നു. ശരിക്കും നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി, നിങ്ങൾ എത്ര വയസ്സിൽ നിങ്ങൾ കാണുന്നു, എത്ര കാലം പ്രണയിക്കുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി? എങ്ങനെയാ പറയണോ? കേക്കാലോ. എത്ര വയസ്സിലെന്നൊക്കെ ചോദിച്ചാല് എനിക്കെന്തായാലും 19 വയസ്സുണ്ടോ? 19 അല്ലല്ലേ, 20, 21, 20 വയസ്സ് തോന്നുന്നു. 9ാം ക്ലാസ്, 14 വയസ്സില്. ഓ അല്ലല്ല, 9ാം ക്ലാസ് അല്ലേ? 15. എനിക്കൊരു വയസ്സ് കൂട്ടിയായിട്ടാണ്. ഓക്കെ. അപ്പൊ 15ാമത്തെ വയസ്സിലാണ് നിങ്ങള് കാണുന്നത് അല്ലേ?
എവിടുന്നാ കണ്ടുമുട്ടുന്നത്, എങ്ങനെയാ? അപ്പൊ ദിബിലിന് എത്ര വയസ്സാ ആ സമയത്ത്? എനിക്ക് 20 തോന്നുന്നു, 19-20, എനിക്ക് വലിയ ഓർമ്മയൊന്നും ഇല്ല. 19-20 വ്യത്യാസമുണ്ടല്ലേ? വ്യത്യാസമുണ്ട്, 5 വയസ്സ് വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇപ്പൊ 22 വയസ്സല്ലേ? 22 വയസ്സും 26. 26. എനിക്കിപ്പോ 27 ആവും. 27 ആവും. കുറച്ച് 4 മാസം കഴിഞ്ഞ് 27 വയസ്സാവും. അപ്പൊ കറക്റ്റാ. എന്തെങ്കിലും ആവട്ടെ എന്നല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയാ ലവ് സ്റ്റോറി? അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ 20 വയസ്സായിട്ടുള്ള ആള് കാണുന്നു, പ്രേമിക്കുന്നു. എവിടെ, സ്കൂളിൽ നിന്നാണോ? സ്കൂളിൽ നിന്നല്ല. അല്ല, ഞങ്ങള് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഞാൻ കോട്ടയം, ഞാൻ വയനാടാണ്. അപ്പൊ അപ്പൊ ടിക്ടോക്ക് തരംഗമായുള്ള സമയമാണല്ലോ ഈ 18-19 ഇയർ. സമയം ടിക്ടോക്ക് ഭരിക്കുന്ന. അപ്പൊ വലിയ ഒന്നുമില്ല, നമ്മൾ ചുമ്മാ വീഡിയോ ചെയ്യുന്നു. അങ്ങനെ വീഡിയോ ഇപ്പം കണ്ടതാണ്. അപ്പൊ ടിക്ടോക്ക് വഴി കാണുന്നു അല്ലേ? ഏറ്റവും ഫസ്റ്റ് കണ്ട ആ ഒരു ടിക്ടോക്ക് ഏതാന്ന് ഓർമ്മയുണ്ടോ? വീഡിയോ ഓർമ്മയില്ല, ഒരു റെഡ് കളർ ഷർട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു. എനിക്ക് ഓർമ്മ. ദിബിലിന് ഓർമ്മയുണ്ടോ? ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഡുവറ്റ് അടിച്ചത്, അങ്ങനെയല്ലാണെന്ന്. ഡുവറ്റ് എന്നെ സാധാരണ എന്നെ ആരെങ്കിലും ഡുവറ്റ് അടിക്കില്ല, പക്ഷെ ഞാൻ നോക്കുന്ന പതിവില്ലാണ്ട് എന്നെ ആരും ഡുവറ്റ് അടിച്ചേക്കുന്നു. അങ്ങോട്ടേക്ക് അടിച്ചാണോ? അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അങ്ങ് നമ്മളെ ഡുവറ്റ് അടിച്ചല്ലോ, ഏതാണ് ഡുവറ്റ് അടിച്ചത് നോക്കി. അപ്പൊ ഇവിടെ കണ്ട് പിന്നെ 2-3 അടുപ്പിച്ച് ഡുവറ്റ് അടിച്ചല്ലേ? അടിച്ചോ? പിന്നെ ഞാൻ അങ്ങോട്ടാണ് അടിച്ചല്ലേ? ഞാൻ അങ്ങോട്ടൊരു ഡുവറ്റ് എടുത്ത്, പിന്നെ അവിടെ ഇങ്ങോട്ടൊരു ഡുവറ്റ്. ദിബിലിന് ഡ്യൂറ്റ് അടിക്കാമെന്ന് തോന്നിയ കാര്യം എന്താ? സ്കൂൾ ചെയ്ത് പോയപ്പോ മീൻസ് എനിക്ക് ഡുവറ്റ്, ഞാൻ ഇതിന് മുമ്പ് 3-4 ഡുവറ്റുകൾ അധികം ഇല്ലെങ്കിലും അക്കൗണ്ടിലുണ്ടായിരുന്നു. സ്കൂൾ ചെയ്ത് പോയപ്പോ ശരി എടുക്കാം, ഡുവറ്റ് ചെയ്യാം എന്ന് തോന്നി. അപ്പൊ അനീറ്റ് പറഞ്ഞു നീ ഡുവറ്റ് എടുത്തോ, ഇങ്ങനെ പറഞ്ഞു. ഡുവറ്റ് എടുത്തു. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. അതെ, ഡുവറ്റ് അടിച്ചതാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോ ഫ്രണ്ട്സ് ആവാണോ ചെയ്തേ? മെസ്സേജ്. അപ്പൊ ആര് പ്രപ്പോസ് ചെയ്തു നമുക്ക് ഇനിയുള്ള കാലം മുഴുവൻ ഒന്നിക്കാം എന്ന്? ആരാ? ഞാൻ തന്നെ, വേറെ ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ ദിവ്യക്ക് ഇഷ്ടം ഉണ്ടായിരുന്നോ? കാരണങ്ങളൊന്നും കണ്ടില്ല, ഇഷ്ടായിരുന്നു. ശരിക്കും എന്താ ഒരു നമ്മുടെ ദിവ്യനെ ഇഷ്ടപ്പെടാൻ ദിബിലിന് എന്തായിരുന്നു കാര്യം? കണ്ണ്. നല്ല കണ്ണാട്ടോ. കണ്ണിന്റെ വീഡിയോ ആയിരുന്നു അത് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് കണ്ണ് മുമ്പ് ഇഷ്ടമായിരുന്നു. കണ്ണിൽ സത്യം കണ്ണും മുടിയും എനിക്ക് മുമ്പ് ഇഷ്ടമായിരുന്നു. അന്നിട്ടോ ഇപ്പത്തെ കല്ല അന്ന് കണ്ണ് കുറച്ച് കട്ടി കൂടിയിട്ടിരുന്ന ആ ഒരു വീഡിയോ ആയിരുന്നു ഉള്ള കൂടുതൽ. അപ്പൊ എനിക്ക് കണ്ണ് മുമ്പ് ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞു അവളോട് കണ്ണ് നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടമായ കാര്യം ഞാൻ പറഞ്ഞു. അല്ല, കണ്ണ് കാണാൻ ഭംഗിയുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ആള് വെറും പഞ്ചഭാവമായിരുന്നു. നമ്മൾ സംസാരിക്കും മനസ്സിലാവൂലേ? പിന്നെ വെറും ഭാവം, പഞ്ചഭാവം എന്ന് പറഞ്ഞാൽ വെറും പഞ്ചഭാവം. ഒരുമാതിരി പറയാം നന്ദനത്തിൽ മറ്റേ ബാലമണി, പക്കാ ബാലമണി. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അത് ആ ക്യാരക്ടർ ரொம்ப ഇഷ്ടം. അങ്ങനെ അന്ന് കണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു അല്ലേ? അന്നേ വിചാരിച്ചു എന്റെ ഭാര്യ ഇത് തന്നെ? അന്ന് വിചാരിച്ചു, പക്ഷെ ഇത്ര നേരത്തെയാവുന്ന വിചാരിച്ചില്ല. നേരത്തെയാവുന്ന വിചാരിച്ചില്ല. ദിവ്യ വിചാരിച്ചിരുന്നോ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വരുമെന്നൊക്കെ? ഇല്ല, നമ്മൾ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കുറേയൂടെ കഴിഞ്ഞ് എനിക്കൊരു 24 വയസ്സെങ്കിലും ആയിട്ട് അങ്ങനെയാണ് ഫാമിലി എല്ലാം പറഞ്ഞ് വെച്ചിരുന്നത്. പെട്ടെന്ന് ഈ ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നു അല്ലെ? അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രേമിച്ച് ഒരു 2 ഇയേഴ്സ്, എത്ര വർഷം വരെ നിങ്ങൾ പ്രേമിച്ച്? 4 വർഷം, 18 to 22 വരെ. 4 വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ വീട്ടിലൊക്കെ എല്ലാവരോടും പറഞ്ഞിരുന്നു? 3-ാമത്തെ വർഷം വീട്ടിൽ പോയിരുന്നു. ഇവരെ വീട്ടിൽ ഞങ്ങൾ പോയായിരുന്നു, അമ്മയായിട്ട് പോയായിരുന്നു. അങ്ങനെ ഉറപ്പിക്കാൻ പറയാൻ വേണ്ടി പറഞ്ഞു വെക്കൂല്ലോ നമ്മള്. അങ്ങനെ പറഞ്ഞു ഓക്കെ, 2 വീട്ടുകാരെ സമ്മതിച്ചു. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് കല്യാണം ആവാം എന്ന് സമ്മതിച്ചു. പക്ഷെ പെട്ടെന്ന് ഈ ഒരു ആക്സിഡന്റും കാര്യങ്ങളും വന്നപ്പോ നമ്മളാരും വിചാരിച്ചില്ല ഇങ്ങനെ വരുന്നു. അങ്ങനെ അന്നേരം ഓക്കെ, നമുക്കിപ്പോ ഈ ആക്സിഡന്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ കുറെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബാക്കിയുള്ളവർ എന്ത് ആക്സിഡന്റ് എന്നൊക്കെ തോന്നും. നമ്മൾ ഈ പ്രപ്പോസൽ സീൻസ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രപ്പോസൽ നിങ്ങൾ കണ്ണ് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ഓക്കെ. അല്ലാത്ത രീതിയിലൊന്നും പ്രപ്പോസിങ് നടന്നിട്ടില്ല? ഇല്ല, ദൂരെയല്ലേ, ദൂരമായതുകൊണ്ട് നന്നായിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വർഷത്തിൽ 1 പ്രാവശ്യം കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് പ്രപ്പോസ് ചെയ്യാം. അത് ദൂരെ കൊണ്ട് പറ്റിയില്ലല്ലോ, ഇപ്പൊ ഇത്ര അടുത്തല്ലേ? നമുക്കൊരു പ്രപ്പോസൽ സെഗ്മെന്റ് ഒക്കെ ചെയ്താലോ? വേണം, ചെയ്യാം. ചെയ്തേക്കാം. ദിബിലിന്റെ സ്പിരിറ്റ് വരട്ടെ ദിവ്യ.
അപ്പം ഓക്കെ, ദിൽബിൻ ദിവ്യനെ വളരെ റൊമാൻറ്റിക് ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. 2 സെന്റൻസ് കൂടി ഇരുന്നോട്ടെ അല്ലേ? ആരതൊക്കെ ആഗ്രഹിക്കാത്തത്? ഡയലോഗ് വേണം. നിന്നോട്ടെ. ദിവ്യേ, നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കാണ് ഞാൻ ജീവിക്കുന്നത്, നീ എന്നിലേക്ക് വരുന്ന ആ നിമിഷത്തിനെ ഞാൻ കാതോർത്തിരിക്കും, വൈകാതെ വരില്ലേ, ഐ ലവ് യു. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ, ഇപ്പൊ ആലോചിച്ചതാ. വളരെ കുറച്ച് നേരം കൊണ്ട് ചെയ്ത് ഞാൻ വേറെ ആർക്കും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, സത്യം. പണ്ട് ഡയറിയിൽ എഴുതുക, ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. അതൊന്നല്ല, ഇന്നലെ രാവിലെ വരെ അല്ലു അർജുന്റെ ഡാൻസ് ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആര്യയിലെ പാട്ട് കണ്ടായിരുന്നു. അപ്പൊ ആര്യയിലെ ഡയലോഗ് ഒന്നുകൂടി കൊടുത്തേ, എനിക്ക് ചിരിച്ചിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് ദിവ്യം കൊളാക്കി, ദിവ്യ ഇടയ്ക്ക് ചിരിച്ചു. അയ്യേത് ഞാൻ കേട്ടിട്ടില്ല അവരങ്ങനെ സംസാരിക്കുന്നത്. കറക്റ്റ് റൊമാൻറ്റിക്. നീ ചിരിക്കരുത്, നീ ചിരിക്കുമ്പോ അവർക്ക് പ്രശ്നം. ഒന്നും കൂടി റൊമാൻസ് വരട്ടടാ. പാപ്പുവിനെ വിളിച്ചപ്പോരെ? ആയിക്കോട്ടെ, അത് മതി. പാപ്പുവേ, നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്, നീ എന്നിലേക്ക് വരുന്ന നിമിഷത്തിനെ ഞാൻ കാത്തിരിക്കും, വൈകാതെ വരില്ലേ നീ, ഐ ലവ് യു. ആദ്യമായിട്ടായിരിക്കും ഇത്. സത്യം, നിങ്ങൾ വാലന്റൈൻസ് ഡേക്ക് പോലും പ്രപ്പോസ് ചെയ്തില്ല. അങ്ങനെ സംസാരമൊന്നുമില്ല. ദിവ്യയുടെ കൂടി കേക്കട്ടെ. ദിവ്യ നിനക്കും ഇല്ല ആഗ്രഹം? തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്ത സ്ഥിതിക്ക് അങ്ങോട്ട് പറഞ്ഞു. ഐ ലവ് യു. താങ്ക് യു. ലവ് യു എന്ന് പറയുന്നത് അതൊന്നും എനിക്ക് അങ്ങനെ വരില്ല, അതാണ് പ്രശ്നം. ഐ ലവ് യു, താങ്ക് യു. നമുക്കിങ്ങനെ പറയാൻ എന്തൊരു എളുപ്പല്ലേ, ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. വരില്ല, അതാണ്. ഇപ്പൊ നമ്മള് പ്രപ്പോസൽ സീന് അതിമനോഹരമായി നിങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുകയാണ്. അടിപൊളി. ഇനി നമുക്ക് അടുത്ത് നിങ്ങളുടെ ഒരു കല്യാണത്തിന്റെ വിശേഷങ്ങൾ അറിയണം. ഇപ്പൊ പറയുണ്ടായി ഒരു ആക്സിഡന്റിലാണ് കല്യാണം പെട്ടെന്ന് കഴിച്ചത് എന്നുള്ളത്. ശരിക്കും എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? എന്തായിരുന്നു ഫസ്റ്റത്തെ? ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ലേക്ക് കയറുന്ന സമയത്ത് വീണിട്ട് കാലിന് പരിക്ക് പറ്റി. അങ്ങനെയാണ് ഫസ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ കുഞ്ഞുനാൾ അങ്ങനെ വന്നാണ് അങ്ങനെ വേണ്ട ഫസ്റ്റ് ഓപ്പറേഷൻ കഴിയണത്. അതായത് 8ാം ക്ലാസ് കഴിഞ്ഞ് 9ൽ കയറിയപ്പോൾ. പിന്നത്തെ ഓപ്പറേഷനാണ് 2 വർഷം മുന്നേ, കല്യാണത്തിൻ്റെ ആ സമയത്ത്. 2 വർഷം മുന്നാണ് ഓപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ 2 കൊല്ലം മുന്നേ കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പിയൊക്കെ മുഖേന മെല്ലെ നടക്കാൻ പറ്റത്തുള്ളൂ. നമുക്കധികം വെയിറ്റുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല, വെയിറ്റ് പൊക്കാൻ പറ്റില്ല, മെല്ലെ നടക്കാൻ പറ്റുള്ളൂ, ബാത്റൂമിൽ മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല, അങ്ങനൊരു സിറ്റുവേഷൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുണ്ട്, ഞാൻ 2 അനിയന്മാർ, അച്ഛനും ഉണ്ട്. അച്ഛനും അമ്മയും ഡിവോഴ്സാണ്, രണ്ടാളും സെപ്പറേറ്റാണ്. അപ്പോൾ അച്ഛന് ഓൾറെഡി ഒരു കാലില്ല, എൻ്റെ അച്ഛനും ഒരു കാലില്ല. അപ്പോൾ അച്ഛൻ വേറെ സൈഡാണ്. അച്ഛൻ്റെ വീട്ടിൽ അച്ഛനും പാപ്പനാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ അമ്മേൻ്റെ അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ മാത്രമാണ് വീട്ടിലുള്ളൂ. അപ്പോൾ അമ്മയാണ് പണിക്ക് പോയിട്ട് നമ്മൾ നോക്കുന്നത് ആ സമയത്ത്, ഞാൻ ഓപ്പറേഷൻ കിടന്ന സമയത്ത്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വീട്ടിലിരുന്നാൽ ശരിയാവില്ലല്ലോ, കാര്യങ്ങൾ ഓടാത്തതുകൊണ്ട് ദിവ്യേൻ്റെ വീട്ടുകാരോട് ആലോചിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനൊരു സംഭവം നമുക്ക് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. ചോദിച്ചു വെച്ചതാണ്, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നടത്താമെന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ അമ്മ വീട്ടിലോട്ട് വിളിച്ചു കാര്യം ചോദിച്ചു, ഇങ്ങനൊരു അവസ്ഥയാണ്, ദിൽബിന് നടക്കാൻ പറ്റില്ല, നിങ്ങളെന്താ നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവളുടെ അച്ഛനാണ് മുൻകൈ എടുക്കുന്നത് എല്ലാ കാര്യത്തിനും. അപ്പോൾ അവളുടെ അച്ഛൻ എല്ലാം പറഞ്ഞു, ഇങ്ങനത്തെ എൻ്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. അങ്ങനെ അവളുടെ അച്ഛനോട് പറഞ്ഞാണ്, എന്തായാലും സ്നേഹിച്ചു പോയില്ലേ, ഈ സമയത്തെല്ലാം അവൻ്റെ കൂടെ നീ നിൽക്കണ്ടേ, മോള് തീരുമാനം എടുത്തു, ഞാൻ എന്തായാലും തീരുമാനം എടുത്തു, കെട്ടിച്ചു വിടാം, മോളുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു അവളോട്. അവൾ പറഞ്ഞു, അച്ഛൻ എനിക്കിഷ്ടമാണ്, ഈ ആ സിറ്റുവേഷനിലല്ലേ ഞാൻ കൂടെ പോകേണ്ടത്. ഇങ്ങനെ അച്ഛൻ ഇവളോട് പറയുക, മകളോട് പറഞ്ഞു കൊടുക്കുക, നീ ഇത്ര സ്നേഹിച്ചില്ലേ, അപ്പോൾ അവന് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയല്ലേ, അപ്പോൾ നീ ഇപ്പോഴല്ല അവൻ്റെ കൂടെ വേണ്ടത്, ഇപ്പോൾ നടത്തുന്നതിന് നിനക്കെന്നെ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ആദ്യം, കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അച്ഛനിങ്ങനെ പറഞ്ഞപ്പോൾ അവളും പറഞ്ഞ് ഞാൻ പോയി നിന്നോളാമെന്ന് പറഞ്ഞു. കുറേ എതിരഭിപ്രായം ഉണ്ടായിരുന്നു, കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, അപ്പം പെട്ടെന്നൊരു കല്യാണത്തിലേക്കാണ് പോണത്. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യം എനിക്കില്ല, എൻ്റെ മോളാണ്, ഞാനാണത് വളർത്തിയത്, അപ്പം
എൻ്റെ മോൾ എന്ത് ചെയ്യണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, അവളുടെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ നടത്തുന്നു പറഞ്ഞു. അങ്ങനെ അവളച്ഛൻ സമ്മതിച്ചു. ശരിക്കും എന്തൊരു നല്ല അച്ഛനാണോ? സത്യമാണ് അല്ലേ? ഭയങ്കര, അതായത് എല്ലാ മക്കളുടെ കാര്യത്തിലും ആ സമയത്ത് അവളുടെ അച്ഛനോ പറഞ്ഞാൽ കല്യാണം നടക്കത്തില്ലായിരുന്നു ഒരിക്കലും. അല്ല, ഭയങ്കര പൊസസീവ് ആവും. എല്ലാ അച്ഛനും അമ്മമാരും ഭയങ്കര പൊസസീവ് ആവും. പക്ഷെ ഈ ഒരു അച്ഛൻ മറിച്ച് ചിന്തിക്കുക ചെയ്തത്. കാരണം ഒന്നാമത് ഫാമിലി ചുറ്റുപാട് അത്രയ്ക്ക് അതല്ല. അതിന്റെ ഇടയിൽ കൂടെ ആൾക്ക് കാലിന് വയ്യാണ്ട് ഇനി ശരിയാവുമോ എന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വന്തം മോളെ നീ ഈ സമയത്തല്ലേ അവന്റെ കൂടെ വേണ്ടത്, ചെല്ല് എന്ന് പറയാൻ കാണിച്ച അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഗ്രേറ്റ് ആട്ടോ. അച്ഛൻ ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അച്ഛാ നിങ്ങൾ അടിപൊളിയാണ്. അത്ര തന്നെ പറയട്ടെ. കൂടെ ദിവ്യ. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുന്നു, വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടം പോകുന്നു. അങ്ങനത്തെ ഒരു സമയത്ത് ഈ കാലിനൊക്കെ വയ്യാതിരിക്കുമ്പോൾ ദിവ്യക്ക് പൂർണ്ണമായും അറിയായിരിക്കും, ഓരോ മെഡിക്കൽ അപ്ഡേഷൻസും പറയുന്നുണ്ടാവും. അപ്പം ദിൽബിൻ ഇനി ശരിക്കും എന്തായിരുന്നു ദിവ്യക്ക് ആ സമയത്ത് തോന്നിയത്? ദിൽബിൻ റെഡി ആയിട്ട് വരുന്നോ, അല്ലെങ്കിൽ എന്തായിരുന്നു ആ സമയത്ത് എന്താ തോന്നിയെന്താ? അങ്ങനെ വെച്ചാൽ ഓപ്പറേഷന് കയറ്റിയ ടൈം തൊട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മീൻസ് ഇനി എന്താ മുന്നോട്ടേക്ക് ഒരു പിടുത്തം കിട്ടില്ല. പിന്നെയെങ്കിൽ നമുക്ക് ഓടി ചെല്ലാൻ പറ്റുന്നില്ലല്ലോ, ഇത്രയും ദൂരമല്ലേ. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെല്ലണം, കാണണം എന്താണ് അവസ്ഥ എന്ന് കൂടെ നിന്നൊന്ന് എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ക്ലാസ്സുള്ള ടൈമാണ്, അത് പറഞ്ഞിട്ട് ഇത്രയും ദൂരമാണ്, അങ്ങനെ കുറേ അല്ലാണ്ട് തന്നെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കല്യാണം നടത്താമെന്നുള്ള ചിന്തിച്ചപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണം. അമ്മ വീട്ടിൽ നിന്നാൽ കാര്യങ്ങൾ നടക്കൂല എന്നറിയാം. പിന്നെ പുള്ളി ഒറ്റയ്ക്കൊന്നും മീൻസ് ബാത്റൂം പോലും ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന പിന്നെ ഒരു സെർവന്റിനെ അങ്ങ് വെച്ചുകൂടെ, അങ്ങനെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, ഒരു സെർവന്റ് വന്ന് നിന്ന് ചെയ്ത് കൊടുക്കുന്ന പോലെ ആവില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ നിൽക്കുമ്പം ആ കിടക്കുന്ന ആക്കാൻ തോന്നും എന്നെ വിശ്വസിച്ച് വന്നതാണ്, എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് നടക്കണം എന്നുള്ള ഒരു മൈൻഡ് തോന്നും. അങ്ങനെ കല്യാണമായി. അത് കഴിഞ്ഞിട്ട് മീൻസ് പഠിക്കുന്നതിന് പ്രായമില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പഠിക്കാമല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച്. അപ്പൊ നിങ്ങൾ അങ്ങനെ കിടക്കുന്ന, അതായത് വയ്യാണ്ട് കിടക്കുന്ന സമയത്താണോ കല്യാണം കഴിക്കുന്നത്? വയ്യാതെ കിടക്കുന്ന സമയത്ത്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ ടൈമിൽ, ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി. അതായത് 7 ദിവസം അഡ്മിറ്റായി. അതായത് തിങ്കളാഴ്ച അഡ്മിറ്റായിട്ട് ശനിയാഴ്ച വീട്ടിലോട്ട് വന്ന് തിങ്കളാഴ്ചയാണ് കല്യാണം. 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വന്നിട്ടാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. 3-ാം പക്കം 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട്. അതായത് കല്യാണം നടക്കുമ്പോൾ മറ്റേ താലി കെട്ടാൻ വേണ്ടി നടക്കണ്ട എനിക്ക്, അതിന് വേണ്ടിയിട്ട് 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ഫിസിയോതെറാപ്പി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നെ ഫിസിയോതെറാപ്പി പോയിട്ട് നടക്കാനും ഇരിക്കാനും പഠിപ്പിച്ചു. അത് മെല്ലെ മെല്ലെ നടക്കാൻ വേണ്ടി. അങ്ങനെ 7 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. 8-ാം ദിവസം വീട്ടിൽ വന്ന് 12-ാം ദിവസമാണ് 11-ാം ദിവസമാണ് കല്യാണം നടക്കുന്നത്. അതായത് നടക്കാൻ വേണ്ടി മാത്രമാണ് ഹോസ്പിറ്റലിൽ പോയി പിന്നെയും കിടന്നത്. അപ്പോഴും ഞാൻ കല്യാണം താലി കെട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഞാനവിടെ സ്റ്റൂൾ ഇട്ട് ഇരിക്കുമായിരുന്നു, ഇവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അവസ്ഥ, എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോയിൽ കമൻറ്റ് കണ്ടായിരുന്നു, കാലിൽ കുഴപ്പമൊന്നും കണ്ടില്ലെന്ന്. ആ വീഡിയോ ശരിക്കും നോക്കിയാൽ അറിയാം, ഞാൻ ഞൊണ്ടി എടുക്കുന്നത്. എനിക്കൊരു 3 റൗണ്ട് ചുറ്റാൻ പറ്റിയിട്ടില്ല തികച്ചും. ഒരു റൗണ്ട് ചുറ്റിയപ്പോഴത്തേനും ഞാൻ കുഴഞ്ഞ ആൾ, ഞാൻ മൊത്തം ചുറ്റാൻ പറ്റില്ല, എനിക്ക് കുഴഞ്ഞു പോയി ഞാൻ മൊത്തത്തിൽ. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നു ദിൽബിന്റെ A to Z കാര്യങ്ങൾ നോക്കിയത് ദിവ്യയല്ലേ? അത് കഴിഞ്ഞിട്ട് അമ്മ പോയി, പിന്നെ ഞാനും ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ബാത്റൂം, സത്യം പറഞ്ഞാൽ പറയാൻ മടിയൊന്നുമില്ല, ഞാൻ ബാത്റൂം പോയിട്ടല്ല എൻ്റെ കാര്യങ്ങൾ നടത്തിയത്, ബെഡിലിരുന്നിട്ടാണ്. അതൊക്കെ അത് മിനിമം ഒരു 2.5 മാസത്തോളം ഞാൻ ബാത്റൂം പോയിട്ടില്ല. 2.5 മാസമില്ലല്ലോ, 1.5 മാസത്തോളം ബാത്റൂം പോയിട്ടില്ല. പിന്നെയാണ് മെല്ലെ മെല്ലെ ഞാൻ ബാത്റൂം തുടങ്ങിയത്. ദേഹം തുടക്കേ വരെ ബെഡിൽ ഇരുന്നിട്ട് അതുവരെ ദിവ്യ ചെയ്തു. കാരണം കല്യാണം കഴിഞ്ഞ അവള് വന്ന് ചെയ്ത പരിപാടി, അവൾ ലൈഫിൽ കയറി വന്നതിന്റെ പിറ്റേ ദിവസം നടക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ദേഹം തുടക്കുക രാവിലെ. ഗ്രേറ്റ് ദിവ്യ. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ദിൽബിൻ അവൾ അതുപോലെ തന്നെ നോക്കും. കാര്യം ആ ഒരു ടൈമിൽ ദിവ്യന്റെ അടുത്ത് കുറെ പേര് ചിലപ്പോൾ നെഗറ്റീവായിട്ട് കുറെ പേര് പേഴ്സണലായിട്ടേക്കും വന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞില്ല. എങ്ങനെ നമ്മൾ ആ ടൈമിലാണെങ്കിലും വൈകുന്നു പറഞ്ഞാലും എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആളെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഹാപ്പി ആക്കണം, എങ്ങനെയെങ്കിലും വേഗം എണീറ്റ് നടക്കണം, ആ ഒരു മൈൻഡിലേ നമുക്കുള്ളൂ. അങ്ങനെയാണ് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്.
അന്നേരം അതിനിടയിൽ വന്ന കമന്റ് ആണ്, എന്നാ പിന്നെ ഒരു സെർവന്റിനെ വെച്ചാ പോരെ, എന്റെ ജീവിതം ഇവനായിട്ട് നശിപ്പിച്ചില്ല, ഞാൻ നശിപ്പിച്ചു, ചെറിയ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാണുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ വിഷം വരുമെങ്കിലും ഇപ്പൊ പ്രശ്നമില്ല, പറഞ്ഞോട്ടെ എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കും. എന്നാലും പെട്ടെന്ന് കാണുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് ദിൽബിനെ. കാരണം ദിൽബിൻ ഇപ്പോഴും ഒരു കൂലിപ്പണി ചെയ്തിട്ട്, അല്ലെ, കൂലിപ്പണി മോശം എന്നല്ല പറയുന്നത്, പക്ഷെ നല്ല അധ്വാനം വേണ്ട പണിയാണ്. അത്ര പേരൊന്നും ചൂസ് ചെയ്യില്ല, അല്ലെ? അങ്ങനെ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ദിൽബിൻ ഇതിന്റെ കൂടെ ഇപ്പൊ മുന്നോട്ടേക്ക് കൂടി പോകുന്നത്, അല്ലെ? അത്യാവശ്യം നല്ലൊരു യൂട്യൂബർ ആണ്. 2,80,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമകളാണ് രണ്ടുപേരും. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഒരു കൂലിപ്പണിക്കും കൂടി പോവാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അതെന്താ ഇതെല്ലാം ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണെന്ന്. ഇതൊക്കെ ഓൺലൈനല്ലേ, എപ്പോൾ വേണമെങ്കിൽ നിന്ന് പോയി എന്നാ ചെയ്യും നമ്മൾ? ഒരു രക്ഷ പെട്ടെന്ന് യൂട്യൂബ് അങ്ങ് നിന്ന് എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് യൂട്യൂബ് അടിച്ചു പോയാലോ, ചാനൽ വേറെ ആരും ഹാക്ക് ചെയ്താലോ, നമ്മൾ പട്ടിണി വെക്കേണ്ടതെന്ന് ഇല്ലേ? അപ്പോൾ ഒരു പണി എക്സ്ട്രാ ഒരു വർക്കുള്ളത് നല്ലതല്ലേ? ആ സമയത്ത് പോയിട്ട് അതിനും പൈസ കിട്ടും. പക്ഷെ ചില ആളുകൾ വിചാരിക്കും ഇത് അടിച്ചു പോയതിനു ശേഷം പണിക്ക് പോവാന്ന്. ദിൽബിൻ അങ്ങനെ വിചാരിച്ചില്ലല്ലോ. എങ്ങനെ? അതായത് ഇത് അടിച്ചു പോയതിനു ശേഷം നിർത്തി പോയതിനു ശേഷം എനിക്കിത് ഞാൻ ഇപ്പോഴും ചിന്തിക്കില്ല, എനിക്ക് രണ്ട് വേണം. അത് ഞാൻ പണിക്കും പോവും, യൂട്യൂബ് നോക്കും, രണ്ട് സൈഡിൽ കൊണ്ടുപോകാൻ എൻ്റെ ഒരു പരമാവധി എന്നെ കൊണ്ട് ആവുന്ന വരെ ഞാൻ കൊണ്ടുപോകും. അത് ലൈഫിൽ മൊത്തം ഞാൻ കൊണ്ടുപോകത്തില്ല. അതൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്ന ഒരു 10-500 സബ്ബൊക്കെ ആകുമ്പോൾ നീ നിർത്തുമല്ലോ എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. അവരോട് ഞാൻ ചോദിക്കട്ടെ, അവരോട് ഞാൻ തിരിച്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മാസം ഒരു 10 ലക്ഷം യൂട്യൂബ് തരുവാണെങ്കിൽ പിന്നെ ഞാൻ പണിക്കേണ്ട ആവശ്യമുണ്ടോ? അതേതെങ്കിലും മലയാളികൾ അങ്ങനെ ചെയ്യുമോ? എനിക്ക് മാസം യൂട്യൂബിൽ നിന്ന് 10 ലക്ഷം കിട്ടുവാണ്, പിന്നെ ഞാൻ എന്തിനു പണിക്ക് പോകണം? എനിക്കിപ്പോൾ ഒരു എമൗണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്കത് പോരാ. എനിക്ക് ലൈഫിൽ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ കുറച്ചും കൂടി പൈസ വേണം. അപ്പം എനിക്ക് യൂട്യൂബ് മാത്രം പോരാ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ വേറെ പണിക്ക് ഇറങ്ങുന്നത്. ഈ ഒരു വീഡിയോക്ക്, അതായത് ഒരു പണിക്ക് പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ ലൈഫിന്റെ പണിക്ക് പോകുന്ന അത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാൻ നിങ്ങളെ. നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ. ഭയങ്കര അധ്വാനമാണ് മോനെ, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു പണിക്ക് പോവാമെന്ന് ശരിക്കും ആരാ ആദ്യം തീരുമാനിക്കുന്നത്? ദിൽബിനായിരുന്നോ അല്ലെങ്കിൽ ദിവ്യയായിരുന്നോ? ഞാൻ ഇതിനു മുന്നേ ആദ്യം പോയിക്കൊണ്ടിരുന്നത് ഈ അടുത്ത് കഴിഞ്ഞ വർഷം റിസപ്ഷനിലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി മൊത്തം എടുക്കും. നൈറ്റ് ഡ്യൂട്ടി എടുത്ത് രാവിലെ വന്ന് കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ശേഷം വീഡിയോ എടുത്ത് പിന്നെയും പണിക്ക് പോകും. ആദ്യം എടുത്തുകൊണ്ടിരുന്നത് അതൊരു ജൂലൈ ആയും നിർത്തി ഞാൻ. കാരണം ഉറക്കം ശരിയാവുന്നില്ല, എനിക്ക് ഉറക്കം ശരിയാവാതെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പെയിൻറ്റ് പണിക്ക് പോയി. പെയിൻറ്റ് പണിക്ക് ഇറങ്ങി. ആ വേറെ കുറച്ച് ടൈമിൽ പോളിഷ് വർക്കിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പണിക്ക് ഇറങ്ങി. ഞാൻ ചോദിച്ചു ദിവ്യക്ക് എന്താ തോന്നിയ സമയത്ത്? എനിക്ക് അങ്ങനെ കുഴപ്പമില്ല, ഞാൻ അന്നും പറയുന്നു എന്ത് പണിക്ക് പോയാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പം പോകുന്ന എൻ്റെ അച്ഛൻ്റെ ഒപ്പം പോകും. നന്നായില്ലേ? അമ്മായിപ്പനും മരുമനും ഒരേ. അതെ, അച്ഛനാണ് മേസ്ത്രിയാണ്. കൂലിയൊക്കെ കറക്റ്റ് കിട്ടാറുണ്ടോ? കാര്യത്തിലൊക്കെ വേറെ ആൾക്കാരാണ്. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് വേറെ കുറെ പേര് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അച്ഛനും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. കാരണം കാരണം ഞങ്ങളുടെ നാട്ടിൽ കുറേ പേര് ഇങ്ങനെ ഉണ്ട്. ഈ കെട്ടിയ ഭാര്യ അച്ഛനും മോനൊക്കെ പണിക്ക് പോകുന്ന കുറച്ച് മോശം ഒരു കാഴ്ചയാണ് അവർക്ക്. ഇങ്ങനെ ഭാര്യൻ്റെ അച്ഛനും അവനും മരുമോനും പണിക്ക് പോകുന്നത് എന്തോ ഒരു മോശമായിട്ട് കാണുന്ന കുറേ നാട്ടുകാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്തോ പോലെയാണ്. അച്ചായനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ പറഞ്ഞ് നീ ഒന്ന് പോയിക്കേ, ഇവിടെ നമുക്ക് നമ്മുടെ കുടുംബം നോക്കിയാൽ പോരെ, നമ്മളെന്തിനാണ് നോക്കുന്നത് ചോദിക്കും. ശരിക്കും ഇങ്ങനെ ഒരു വർക്കിന് പോവാന്ന് പറയുമ്പം പുള്ളിക്കാരന് ഓൾറെഡി കുറച്ച് വയ്യായി ഉണ്ട്, കാലിനൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എപ്പോഴെങ്കിലും ദിവ്യ പറഞ്ഞിരുന്നോ ഇത്ര അധ്വാനമുള്ള പണിക്ക് പോകണ്ട, വേറെ ഏതെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചിരുന്നോ? ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിക്കും. പിന്നെ ഡോക്ടറെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ വെയിറ്റ് എടുക്കുന്നതിന് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു ടൈമിൽ എടുക്കാനായിരുന്നു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ മാറിയായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. വെയിറ്റ് എടുക്കുന്നതിനൊന്നും അങ്ങനെ പ്രശ്നമില്ല. ഇതിനകത്ത് ഇഷ്ടമാണെങ്കിൽ അവൻ പോയിക്കോട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പോകണ്ട, എനിക്കത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ പറയില്ല. ഇപ്പം ശരിക്കും നിങ്ങളുടെ ഒരു കുറെ കമന്റ്സ് കാണുമ്പോൾ കാണാം നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കൽപ്പടി ചൂസ് ചെയ്തെന്നുള്ളത്. അങ്ങനെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ദിവ്യയുടെ ഭാഗത്തുനിന്ന് ആദ്യം കേൾക്കട്ടെ. അങ്ങനെ പറയുന്നവരോട് ഇപ്പം നമുക്ക് ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇത്ര കഷ്ടപ്പെടുന്ന പണി പോയി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മീൻസ് നമുക്ക് കുടുംബം നോക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ പണി ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ളവർ എന്താന്ന് വെച്ചാൽ പറയട്ടെ, പറയേണ്ടവര് പറയട്ടെ അല്ലേ? ദിൽബിന് എന്താ പറയാനുള്ളത്?
അവർ പറഞ്ഞ ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലിപ് ലോക്കിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ മതി. തമ്പിലേന് വെറുതെ അത് മാത്രം ഇട്ടാൽ മതി. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല, തമ്പിലേന് വെറുതെ കൊടുക്കും. ഫെയിമിന് വേണ്ടിയാണെങ്കിൽ ഒരു 180+ വീഡിയോ അങ്ങോട്ട് ഇട്ട് കയറും. പിന്നെ ലിപ് ലോക്കിന് അങ്ങനെ എന്തെങ്കിലും ഇടുക. പിന്നെ ഇവളെ മോശമാക്കി ഇങ്ങനെ അങ്ങനെ തെറി വരുന്നത് അങ്ങനത്തെ വീഡിയോ ഇട്ടാലും എനിക്ക് ഫെയിം കിട്ടും. അങ്ങനെ സുഖമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാം. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അധ്വാനിക്കുന്ന ഇത് ഞാൻ മാത്രമല്ല, കുറേ 2-3 യൂട്യൂബേഴ്സ് കുറേ പേരില്ലേ അധ്വാനിക്കുന്ന വീഡിയോ എന്നെ ഇടുന്നത്. ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്കും തോന്നി ഞാൻ എന്തായാലും പണിയെടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൂടാ. ഞാൻ ചിന്തിച്ചു, അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അത് ഫെയിം അത് കയറുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കാനിട്ട സാധനം വർക്കിന് പോയതിനു ശേഷമാണ് അതൊരു കണ്ടന്റ് ആക്കിയത്. കണ്ടന്റിന് വേണ്ടി വർക്ക് ചെയ്തത്. ഞാൻ വർക്കിന് പോയി ജനുവരി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ മാസം ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ എനിക്ക് ജനുവരിയിൽ അപ്ലോഡ് ചെയ്യായിരുന്നു. എനിക്ക് ഈ കുൽപ്പണി എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഇവളുടെ ഒരു ദിവസം കണ്ടു ഒരു വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഒരു ദിവസം കാണിച്ചുകൂടാ. അത് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടത്. എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പണികൾ കാണിച്ചു കൊടുത്തത്. ഇപ്പോൾ ഞാൻ മുമ്പ് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 3 വർഷമായി അല്ലേ, വലിയ കുഴപ്പമില്ലാതെ ദാമ്പത്യം പോകുന്നു, മുന്നോട്ട് ഇനി നല്ല രീതിക്ക് പോട്ടെ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 5 നല്ല സക്സസ്ഫുൾ മാരേജ് ലൈഫിന് വേണ്ടി 5 കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? ആദ്യം ദിവ്യ പറയും. ഒരു നല്ല കുടുംബജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെങ്കിലും വെച്ചാല് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. ബാക്കിയുള്ളവരെ എന്ത് പറഞ്ഞാൽ ശ്രദ്ധിക്കാണ്ട് ഇപ്പം നമ്മൾ രണ്ടുപേരാണ്, നമുക്കല്ലേ അറിയുള്ളൂ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തന്നെ പകുതി പ്രശ്നങ്ങളും തീരും. അതാണ് മെയിനായിട്ട് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ സ്നേഹത്തോടെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ഞങ്ങളുടെ രീതി വെച്ചിട്ടല്ലേ അറിയുള്ളൂ. അതന്നെയാ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയി പോകുന്ന 5 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അത് എനിക്കാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. അല്ലാണ്ട് അണ്ടർസ്റ്റാൻഡിങ് വേണം, സ്നേഹം വേണം. ദിൽബിൻ ബാക്കി പറയൂ 3 എണ്ണം കൂടി. അതായത് പുള്ളി അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു, ലവും പറഞ്ഞു. ബാക്കി 3 കാര്യം കൂടി. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ വന്നു. കെയറിങ് വേണം. കെയറിങ് ചേട്ടായി അത് ഇത്ര വേണ്ട, അത്ര കെയറിങ് ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓപ്പോസിറ്റ് ആളുടെ ഒരു ഇത് നമുക്കൊന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമുക്കൊരു സിറ്റുവേഷൻ വന്നാൽ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് ആൾ പെരുമാറി തന്നെ നമുക്ക് ആശ്വാസമാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ അതിൽ സ്നേഹവും എല്ലാം അതിൽ പെടും. അപ്പൊ തന്നെ ലൈഫ് അടിപൊളിയായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ അവൾ മനസ്സിലാക്കിയിട്ട് അവൾ അതേപോലെ എന്നോട് നിന്നില്ലെങ്കിൽ അതിൽ പോയി. മനസ്സിലായി? ഇപ്പം എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അപ്പോൾ അതിലൂടെ എൻ്റെ ഭാര്യ നിന്നില്ലെങ്കിൽ അവിടെ പോയില്ലേ, ഞാൻ മനസ്സിൽ വിചാരിച്ചൊക്കെ പോയില്ലേ. മറിച്ച് എനിക്കൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ട്, അതിലൂടെ എൻ്റെ ഭാര്യയും കൂടി കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ ലൈഫ് അടിപൊളിയില്ലേ? അടിപൊളി. ദിവ്യ ഇപ്പം എന്താ ചെയ്യുന്നത്? എങ്ങനെ ഇപ്പൊ എന്താ ദിവ്യ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ യൂട്യൂബ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഞാനൊരു യൂട്യൂബറാണ്. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടിരുന്നപ്പോഴാണ് മാരേജ് വന്നത്. മാരേജ് കഴിഞ്ഞ് പിന്നെ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വർക്ക് ചെയ്തു. അവിടെ തന്നെ ഫ്രണ്ട് ഓഫീസിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് ഇതിനോടൊരു താല്പര്യമായി യൂട്യൂബിലോട്ട് തന്നെ. അപ്പൊ ചോദിച്ചോ ആരെങ്കിലും എന്താ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ ഡിഗ്രി? ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇപ്പം ഇല്ല. ഇവളുടെ ഇപ്പോഴത്തെ മെയിൻ എന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. ആ വരുമാനം തന്നെ ഇവക്ക് സേവ് ചെയ്തിട്ട് ഇവക്കൊരു കോഴ്സ് പഠിക്കണം. അത് എൻ്റെ പൈസ കൊണ്ട് റവന്യൂ അറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഏകദേശം നിങ്ങൾ യൂട്യൂബ് റവന്യൂ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏകദേശം എത്രയാണ്? 30-25 അല്ലേ? നിങ്ങളെ സംബന്ധിച്ച് അല്ല മന്ത്ലി ഒരാൾക്ക് കിട്ടുമ്പോൾ ഓക്കെയാ. ഇപ്പത്തെ ഒരു ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് അത് കിട്ടുമ്പോ ഓക്കെ. ഇവൻ പറഞ്ഞ കറക്റ്റാ, ഒന്നും കൂടി ഇപ്പുറത്ത് വേണം. അപ്പൊ അവളുടെ ആഗ്രഹം അതാണ്. അവൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന പൈസ, എൻ്റെ പൈസ നിന്നല്ല അവൾക്ക് പഠിക്കാൻ താല്പര്യം. അവൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അവൾ സേവ് ചെയ്തിട്ട് അവൾക്കൊരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് പോയി പഠിക്കാം എന്നാണ് അവൾ ഇപ്പൊ വിചാരിച്ചത്. ഏത് കോഴ്സ് ദിവ്യ? ഞാൻ എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡ് എന്തെങ്കിലും എടുക്കാനാണ് താല്പര്യം. അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യും. പൈസ കൊണ്ട് തന്നെ അല്ലേ? എന്റെ പൈസ കൊണ്ട് എന്തെങ്കിലും പഠിക്കത്തില്ല, സ്വന്തം പൈസ കൊണ്ട് പഠിക്കുന്ന. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന വീട്ടില്? ഞങ്ങൾ ഇപ്പൊ 2 വീട്ടിലാണ് നിൽക്കുന്നത്. 2 വീടുകളായിട്ടാണ് നിൽക്കുന്നത്. 2 വീട് വെച്ചാൽ എന്റെ വീട്. ഇവന്റെ വീട് വ്യാഴം വെള്ളി ശനി ഞായർ എൻ്റെ വീട്ടിൽ പോകും. എൻ്റെ വീട്ടിൽ നിങ്ങൾ ഭയങ്കര വെറൈറ്റി ആണല്ലോ എല്ലാം കൊണ്ടും. തിങ്കൾ ചൊവ്വ പണിയിൽ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വരെ. പിന്നെ വെള്ളിയാഴ്ച പണിയും കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്തേക്ക് പോകും, എൻ്റെ വീട്ടിലോട്ട് പോകും. അതായത് കോട്ടയം വയനാടും ആണ്? അല്ലല്ല, ഇവര് വയനാട്ടിലോട്ട് വന്നായിരുന്നു. നിങ്ങൾ ഒരുമിച്ചായി, അതായത് ഒരേ സ്ഥലത്തായി? ഒരു
6 കിലോമീറ്റർ വ്യത്യാസം അല്ലേ? 6 കിലോമീറ്റർ വ്യത്യാസം. തിങ്കൾ ചൊവ്വ വെള്ളി ശനി ഞായർ വരെ എൻ്റെ വീട്ടിൽ താമസിക്കും. എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ താമസിക്കും. എടി ഞായറാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ പണിക്ക് പോകുമ്പോൾ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പണിക്ക് പോകും. പിന്നെ അവിടെ എടി വ്യാഴാഴ്ച വരെ അവിടെ താമസിക്കും. നല്ലത് കേട്ടോ. അപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ അമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഭാര്യയുടെ വീട്ടിൽ ഭർത്താവും ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യയും അതല്ലേ നല്ലത്. പിന്നല്ലാണ്ട് തീർച്ചയായും. ഇനിയിപ്പോ അമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അമ്മ നാട്ടിൽ നിന്ന് ഒരു 10 ദിവസം വീട്ടിൽ വന്നാലേ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും, എൻ്റെ അമ്മേൻ്റെ കൂടെ. അമ്മ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ വീട് ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ ഈ വീട്ടിൽ ഞാൻ 4 ദിവസം താമസിക്കും. ഞാൻ എന്ത് ചെയ്യും? മാറി മാറി അമ്മയുള്ളപ്പം അവിടെ പോയി അമ്മ എത്ര ദിവസം ഉണ്ടാവും, അത്രയും ദിവസം എൻ്റെ അമ്മേന്റെ ഒപ്പം അവിടെ ഉണ്ടാവും. അമ്മ പോയി കഴിയുമ്പോൾ നമ്മള് ഇപ്പുറത്ത് വരും. പിന്നെ ശനി ഞായറുള്ള ലീവുള്ള ദിവസം നമ്മൾ അവിടെ താമസിക്കും, അല്ലാത്ത ദിവസം ഇവിടെ താമസിക്കും. മാറി മാറി താമസിക്കും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ പറയോ ഈ ഭാര്യ വീട്ടിലൊക്കെ താമസിക്കുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ നമുക്കിപ്പോ? അങ്ങനെയൊക്കെയല്ലോ. ഞാൻ കാല് വയ്യാണ്ട് കിടന്ന് ഒരവസ്ഥയെ കിടന്നപ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് ആകെ ഉണ്ടായിരുന്നു ഇവളുടെ അച്ഛനായിരുന്നു മുൻകൈ എടുത്തത്. എൻ്റെ അമ്മയും ഇവളുടെ അച്ഛനും മുൻകൈ എടുത്തത്. അങ്ങനെ പറഞ്ഞൊരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവളുടെ അച്ഛൻ എന്ന് വെച്ചാൽ ഇവളോട് വമ്പ് ഒരു സ്നേഹം കൂടുതലല്ല. എല്ലാ 3 മക്കളും ഒരേ സ്നേഹമാണ്, പക്ഷെ എന്നാലും ഇഷ്ടമല്ലാണ്ട്. അപ്പം എന്നോട് ഇങ്ങനെ പറയും, അങ്ങനെ കിടന്ന് അരയിക്കാൻ പോണ്ട, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. പിന്നെ ഇപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെ താമസിക്കുന്ന റെൻറ്റിനാണ്, അതായത് നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഫാമിലി മൊത്തത്തിൽ വന്ന് റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പം എന്നോട് വെച്ച് അങ്ങനെ ഭാര്യ വീട് എന്നൊക്കെ പറയുവാണെങ്കിൽ നിനക്ക് മോശം, നീ പൊക്കോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഉള്ളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ പൊക്കോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കാരണം എനിക്കതൊരു അച്ഛനാണ്, എനിക്കൊരു അച്ഛനമ്മയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനമ്മയും ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടില്ല, എൻ്റെ ഒരു ഓർമ്മ വെച്ചാൽ. കാരണം അമ്മ അച്ഛനും ഡിവോഴ്സാണ്. അപ്പോൾ എനിക്കത് സ്നേഹം കിട്ടിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ശരിക്കും എൻ്റെ അച്ഛനമ്മ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇല്ലെന്ന് തോന്നുന്നു, റയറാ. അത്ര ഉണ്ടെങ്കിൽ തന്നെ അത്രയില്ല. അതൊക്കെ ഞാൻ കണ്ടത് തന്നെ ഇവളുടെ വീട്ടിൽ പോയപ്പോഴാണ്. അപ്പം എനിക്ക് കുറച്ച് സന്തോഷം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവളെ അച്ഛൻ തരുന്നൊരു സന്തോഷമുണ്ട്, അത് ഒരു പ്രത്യേക ഫീലാണ്. അത് ചെറുപ്പത്തില് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ ഒരുമിച്ചൊരു ഫുഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ റയറായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ എനിക്ക് ആ ഒരു ഓർമ്മയുള്ള കാര്യം 1ാം ക്ലാസ്സിൽ കൊണ്ട് എൻ്റെ അമ്മനെ ചേർക്കുന്ന കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴും അച്ഛൻ കൂടെയില്ല. അമ്മയാണ് എന്നെ കൊണ്ട് ചേർക്കുന്നത്. അച്ഛൻ എനിക്ക് അപ്പോഴും ഓർമ്മയില്ല. അച്ഛനുണ്ടായിരുന്നു, പക്ഷേ അച്ഛൻ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെയാണ് അച്ഛനൊരു സ്നേഹം കിട്ടിയത്. ആ അച്ഛൻ്റെ സ്നേഹമൊന്നുമില്ല, നമ്മുടെ അച്ഛൻ തന്നെ. പക്ഷേ ഇവളുടെ അച്ഛനൊരു സ്നേഹമുണ്ട്, ഒരു സ്പെഷ്യൽ സ്നേഹമാണ്. അതിനങ്ങനെ എനിക്ക് പെട്ടെന്ന് അത് ആര് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിന് ആര് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞ് അച്ഛനൂടെ താമസിക്കുന്ന നാണക്കേടില്ല പറഞ്ഞാൽ എനിക്കത് കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്നെ അയാൾ അത്രയും കെയർ ചെയ്തിട്ടുണ്ട്, എന്നെ നോക്കിയിട്ടുണ്ട്. ആ നന്ദി ഞാൻ എന്തെങ്കിലും കാണിക്കും. ആ അച്ഛനില്ലാത്ത കുഴപ്പം ഇനി നാട്ടുകാർക്ക് ആരുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കത് വിഷയമില്ല. അത് എനിക്കിനിയിപ്പം ആ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പറഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞാലും എനിക്കത് വിഷയമില്ല. അത്